കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയ്ക്കടുത്ത് ചെമ്പനോടെയുള്ള സ്രാമ്പിക്കൽ കുഞ്ഞ് എന്ന് വിളിക്കുന്ന അഗസ്റ്റിൻ്റെ വീടാണിത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ചെമ്പനോടയിൽ നിന്നും പൂഴിത്തോടിന് പോകുന്ന വഴി കുളത്തിപ്പാറ എന്ന സ്ഥലത്താണ്. ചെമ്പനോടയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരം വരും. നമസ്കാരം. സ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിൽ ചെമ്പനോടെയുള്ള സ്രാമ്പിക്കൽ അഗസ്റ്റിൻ എന്ന് വിളിക്കുന്ന കുഞ്ഞിനെയും കുടുംബത്തെയുമാണ്. ഇന്ന് പ്രായമായിരിക്കുന്ന 86 വയസ്സോളം പ്രായമുള്ള ഇദ്ദേഹത്തെ ഈ ചെമ്പനോടെ വന്ന് കാണാൻ സാധിച്ചത് വളരെ വലിയ ഒരു അനുഗ്രഹമായിട്ട് കാണുകയാണ്. സ്രാമ്പിക്കൽ കുടുംബത്തിൻ്റെ പൂർവ്വചരിത്രം അദ്ദേഹം ധാരാളം പഠിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പൂർവ്വചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, സ്രാമ്പിക്കൽ ഔസേപ്പ് തൊമ്മന് 6 മക്കളിൽ മൂത്ത ആളാണ് തൊമ്മൻ. തൊമ്മൻ്റെ 5 മക്കളിൽ ഏറ്റവും മൂത്തയാളാണ് ഔസേപ്പ്. ഔസേപ്പിന് 7 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിലേറ്റവും ഇളയ ആളാണ് അഗസ്റ്റിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കുഞ്ഞ്. കുഞ്ഞിനെയും കുടുംബത്തെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമസ്കാരം. ചാച്ചനിപ്പോൾ എത്ര വയസ്സായി? എനിക്കോ? 86-ാമത്തെ വയസ്സിൽ 86-ാമത്തെ വയസ്സിൽ നിൽക്കുകയാണ്. മലബാറിന് വന്നിട്ട് എത്ര കാലമായി? 56 കൊല്ലമായി. 56 വർഷമായി. മലബാറിൽ വരുന്നതിന് മുമ്പ് പാലായിലാണ് താമസിച്ചിരുന്നത്. പാലാ ടൗണിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. ഇവിടെ വന്നത് ആദ്യം വരുന്നത് ചെമ്പനോടെ തന്നെയാണോ? ആദ്യം വരുന്നത് ചെമ്പനോടെ തന്നെയാണ്. പാപ്പന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? എൻ്റെ കല്യാണം കഴിഞ്ഞ് 62 വർഷമായി. 62 വർഷമായി. ഭാര്യ നമ്മോടൊപ്പം ഉണ്ട്. ചേച്ചിയുടെ പേരെങ്ങനെയായിരുന്നു? മറിയമ്മ. എവിടെയായിരുന്നു സ്വന്തം വീട്? സ്വന്തം വീട് ഞങ്ങൾ കോട്ടയത്തായിരുന്നു. കല്യാണം കഴിക്കുമ്പോൾ കോട്ടയത്തായിരുന്നു. പിന്നെ ഞാൻ പോന്നു കഴിഞ്ഞിട്ട് 3-ാം കൊല്ലം പോന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിരമ്പുഴയോട്ട് വന്നു. എവിടെയാ? അതിരമ്പുഴ. അപ്പം കല്യാണം കഴിഞ്ഞ് 3-ാം വർഷം മലബാറിലേക്ക് ഈ ചെമ്പനോട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോന്നു. അതിനുശേഷം സ്വന്തം വീട്ടുകാര് അതിരമ്പുഴ എന്നുള്ള സ്ഥലത്താണ് സെറ്റിൽ ആയിരിക്കുന്നത്. അവിടെ വീട്ടുപേരെന്താ? പുതുപ്പറമ്പിൽ നിന്നാണ് വീട്ടുപേര്. അപ്പൻ്റെ അമ്മയുടെയും പേര്? അച്ഛൻ്റെ പേര് ആന്റണി എന്നാണ്. അമ്മയുടെ പേര് അനിയമ്മ. അന്നമ്മ എന്നാണ് അമ്മയുടെ പേര്. അമ്മയുടെ വീട്ടുപേര് സ്ഥലവും? ആർപ്പൂക്കര തുരുത്തുമാലി കുടുംബാംഗമാണ് അമ്മ. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? 2 മക്കളാണ് ഉള്ളത്. ഒരാണും ഒരു പെണ്ണും. അതിൽ മൂത്തതാരാ? മൂത്തത് മോളാണ്. മോളുടെ പേര് ജിജി എന്നാണ്. ജിജി എന്ത് ചെയ്യുന്നു? കല്യാണം കഴിപ്പിച്ചു. എവിടെയൊക്കെ വിവാഹം ചെയ്തിരിക്കുന്നത്? ഏറ്റുമാനൂര് കാരിത്താസ് എന്നുള്ള സ്ഥലത്താണ് വിവാഹം ചെയ്തിരിക്കുന്നത്. വീട്ടുപേര് പാലക്കുന്നേൽ എന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര് രാജു എന്നാണ് ഭർത്താവിന്റെ പേര്. ജിജിക്ക് അവർക്ക് എത്ര മക്കളാ? 2 ആൺപിള്ളേരാണ്. അവരുടെ പേര് ജിത്തു, ജിജു. അങ്ങനെ 2 ആൺകുട്ടികളാണ് അവർക്കുള്ളത്. അവര് ജോലിയൊക്കെ ആയോ? അതോ പഠനകാലം? ജിജു എന്ന് പറഞ്ഞവന് വിവാഹം കഴിച്ചു. അവൻ എഞ്ചിനീയർ ആയിരുന്നു. വിവാഹം കഴിച്ചു. കാനഡയിലാണ്. അടുത്തയാള് +2 കഴിഞ്ഞിട്ട് സ്റ്റുഡന്റ് വിസയ്ക്ക് ഫ്രാൻസിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നു. ഫ്രാൻസിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നു സ്റ്റുഡന്റ് വിസയില്. പിന്നെ നിങ്ങൾക്കൊരു മോനുണ്ട് അല്ലേ? മോന്റെ പേര് ജീമോൻ എന്നാണ്. ജീമോൻ എന്ത് ചെയ്യുന്നു? ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോഗ്രാഫിയോടൊപ്പം കൃഷി കാര്യങ്ങളുണ്ടോ? കൃഷി കാര്യങ്ങളും ഉണ്ട്. എവിടെയാണ് ഈ ഫോട്ടോഗ്രാഫിയുടെ ഓഫീസോ കാര്യങ്ങളോ ഉണ്ടോ? ചെമ്പനോടെ ഒരു ഓഫീസുണ്ട്, ഫോട്ടോ സ്റ്റുഡിയോ പോലെ. ജീമോൻ വിവാഹം ചെയ്തിരിക്കുന്നത് മുതുകാട് എന്നുള്ള സ്ഥലപ്പേരാണ്. വീട്ടുപേര് പാപ്പാടിയിൽ. പേര് ദീപ. അവർക്ക് എത്ര മക്കളാ ഉള്ളത്? 2 മക്കളാണ് ഉള്ളത്. ഒരാണും ഒരു പെണ്ണും. അതിൽ മൂത്തതാരാ? മോളുടെ പേര് റോസ്മരിയ. റോസ്മരി എന്ത് ചെയ്യുന്നു? മംഗലാപുരത്ത് മെഡിക്കൽ ഫീൽഡിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇളയാള് എൽറോയി എന്ത് ചെയ്യുന്നു? +2 കയറി. +1 കഴിഞ്ഞിട്ട് +2 കയറി. എവിടെയാ പഠിക്കുന്നത്? അടുത്ത് മുള്ളംകുന്ന് എന്നുള്ളൊരു സ്കൂളിലാണ് +2 പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
ചാച്ചൻ്റെയൊക്കെ സഹോദരന്മാർ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ 6 പേര്. 6 പേരാണ്. 7. മൊത്തം 7 പേരുണ്ട്. 6 സഹോദരന്മാരും ഒരു സഹോദരിയും അല്ലേ? 7. അതിനകത്ത് മൂത്തതാരാ? ഏറ്റവും മൂത്തതാരാ? ഏറ്റവും മൂത്ത കുഞ്ഞുട്ടി. കുഞ്ഞൂട്ടി. അവരെവിടെയാ താമസിച്ചിരുന്നേ? കുഞ്ഞുട്ടിയും ആ. അവര് കൊമ്മളിയിൽ. കുമളിയിലാണ്. ഹൈ റേഞ്ചിലെ കുമളിയിലാണ് അവർ താമസിക്കുന്നത്. അതിന് താഴെയുള്ള ആള്? അതിന്റെ താഴെയുള്ള പാപ്പച്ചൻ ഇവിടെ താമസിക്കും. ഇപ്പം ഇവിടെ പാപ്പച്ചന്റെ മകന്റെ മോളായിപ്പോ. ആ, പാപ്പച്ചൻ ഉള്ള ആള് ചെമ്മനോടെ തന്നെയാണ് താമസിച്ചിരുന്നത്. ഈ പൂഴ്ത്തോടായിരുന്നു. പൂഴ്ത്തോടാണ് അവര് താമസിച്ചിരുന്നത്, ചെമ്മനോടേക്ക് അടുത്ത്. മൂന്നാമത്തെ ആള്? മൂന്നാമത്തെ ആരായിരുന്നു? 3 കുഞ്ഞു ഇരട്ടിയിൽ. ഇരിട്ടിയില് കുഞ്ഞുഞ്ഞ് എന്ന് പറഞ്ഞ അവര് മക്കളെല്ലാം ഇരിട്ടിയിലാണ് താമസിക്കുന്നത്. ഇരിട്ടിയിലാണ്. അതിലൊരാൾ അച്ഛനാണ്. അതിലൊരാൾ അച്ഛനാണ്. ആ, കുഞ്ഞുഞ്ഞിന്റെ. കുഞ്ഞുഞ്ഞിന്റെ. അതിന് താഴെയുള്ള ആള്? 4ാമത്തെ കുഞ്ഞൂർക്ക് മരിച്ചുപോയ കുഞ്ഞൂർക്ക്. അവരെവിടെയാ താമസിച്ചിരുന്നത്? അവര് പാലായിലും പാലായിലാണ് താമസിച്ചിരുന്നത്, തറവാട്ടിൽ. തറവാട്ടില്. അതിന് താഴെ അതിന്റെ കുഞ്ഞുമത്തായി വാഴൂർ. കുഞ്ഞുമത്തായി വാഴൂരാണ്. പൊൻകുന്നത്തിനടുത്ത് വാഴൂരാണ് താമസിച്ചിരുന്നത്. അതിന് താഴെയുള്ള ആള്? പിന്നെ എൻ്റെ പെങ്ങളാ കാഞ്ഞമറ്റത്ത് മൂങ്ങാമാക്കൻ. കാഞ്ഞിരമറ്റത്ത് മൂങ്ങാമാക്കൽ വിവാഹം ചെയ്തിരിക്കുന്നു. അച്ഛനാണ് അവിടെ മോനൊരു അച്ഛനാണ്. അച്ഛനാണ്. സഹോദരിയുടെ പേരെന്തായിരുന്നു? സഹോദരിയുടെ പേര്? അന്നക്കുട്ടി. അന്നക്കുട്ടി. ആരാ വിവാഹം ചെയ്തിരിക്കുന്നത്? മൂങ്ങാമാക്കൽ ആരാ വിവാഹം ചെയ്തിരിക്കുന്നത്? ഭർത്താവിന്റെ പേര്? ഭർത്താവിന്റെ പേര് കുട്ടപ്പൻ. കുട്ടപ്പൻ എന്നാണ് ഭർത്താവിന്റെ പേര്. ആ, അതില് ഏറ്റവും ഇളയ ആളാണ് കുഞ്ഞ് എന്ന് വിളിക്കുന്ന ചാച്ചൻ അല്ലേ? അമ്മച്ചിയൊക്കെ നിങ്ങൾ എത്ര മക്കളായിരുന്നു? 8 മക്കളായിരുന്നു. അതിനകത്ത് അമ്മച്ചി എത്രാമത്തെ ആളാ? ഞങ്ങൾ 4 പെണ്ണുങ്ങൾ മൂത്തതും 4 ആണുങ്ങൾ ഇളയതും. ഏറ്റവും മൂത്തത് 4 പെണ്ണുങ്ങളായിരുന്നു. അതിന് താഴെയാണ് 4 ആണുങ്ങൾ വരുന്നത്. അമ്മച്ചി എത്രാമത്തെയാണ്? രണ്ടാമത്തെ ആളാണ്. ഏറ്റവും മൂത്തത്? ഏറ്റവും മൂത്തത് ചേച്ചി. ചേച്ചിയുടെ പേര്? ചേച്ചിയുടെ പേര് കുഞ്ഞുഞ്ഞമ്മ. കുഞ്ഞുഞ്ഞമ്മ. കുഞ്ഞുഞ്ഞമ്മ എവിടെയാ? കെട്ടിച്ച് ആലപ്പുഴയായിരുന്നു. ആലപ്പുഴയായിരുന്നു. പിന്നെ അവരൊരു കുട്ടിയായപ്പോഴത്തേനും പിന്നെ കോട്ടയത്തിൽ വന്നിപ്പോൾ അവർ കാരിത്താസിൽ താമസിക്കും. കാരിത്താസിലാണ് ഇപ്പോൾ അവര് താമസിക്കുന്നത്. വീട്ടുപേര്? കൊച്ചുപറമ്പിൽ. കൊച്ചുപറമ്പിൽ നിന്നാണ് വീട്ടുപേര്. സ്ഥലം കാരിത്താസ് ആണ്. ഭർത്താവിന്റെ പേര്? ജോയി. ജോയി എന്നാണ് ഭർത്താവിന്റെ പേര്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 പെണ്ണും ഒരാണും. 3 പെണ്ണും ഒരാണും. അങ്ങനെ 4 മക്കളാണ് അവർക്കുള്ളത്. രണ്ടാമത്തെ അമ്മച്ചി തന്നെയാണ്. മൂന്നാമത്തെ ആള്? മൂന്നാമത് മോളി. മോളി എന്നാണ്. എവിടെയാ വിവാഹം ചെയ്തിരിക്കുന്നത്? പാമ്പാടി പനക്കക്കുന്നേലാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഭർത്താവിന്റെ പേര്? ഔസേപ്പൂട്ടി. എറണാകുളത്താണ് ഇപ്പൊ താമസിക്കുന്നത്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് ഒരു പെണ്ണും 2 ആണും. അങ്ങനെ 3 മക്കളാണ് അവർക്കുള്ളത്. നാലാമത്തെ? റോസമ്മ. റോസമ്മ വിവാഹം ചെയ്ത് ഏറ്റുമാനൂർ വെട്ടിമുകൾ എന്നുള്ള സ്ഥലത്താണ്. വീട്ടുപേര്? ഇരുമ്പൂട്ടിൽ നിന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര്? ബേബി. അവർക്ക് എത്ര മക്കളുണ്ട്? 2 പെണ്ണും ഒരാണും. അങ്ങനെ നിങ്ങൾ 4 പെണ്ണുങ്ങളാണ് ഉള്ളത്. അതിനുശേഷം 4 ആങ്ങളമാരുണ്ട്. ആങ്ങളമാരിൽ ഏറ്റവും മൂത്തത്? ജോസ്. മരിച്ചുപോയി. അത് 2 വിവാഹം കഴിച്ചായിരുന്നേ. ആദ്യം 1 കഴിച്ച് മരിച്ചു പോയിട്ട് 2ാമത് കഴിച്ചു. 2ാമത്തത് കൊണ്ട് 2 വിവാഹം ചെയ്തിരുന്നു. ആദ്യത്തെ ഭാര്യയുടെ പേര്? ശാന്തമ്മ. അതിൽ ശാന്തമ്മയുടെ വീട്ടുപേര് സ്ഥലവും? അയർക്കുന്നത്ത് വെള്ളാറങ്കാലായിൽ കുടുംബാംഗമായിരുന്നു ശാന്തമ്മ. നേരത്തെ തന്നെ മരിച്ചുപോയി. ആ വിവാഹത്തിൽ 3 മക്കളുണ്ട്. 1 പെണ്ണും 2 ആണും. അതിനുശേഷം വീണ്ടും വിവാഹം ചെയ്തു. തൃശ്ശൂര്. വീട്ടുപേര്? മേക്കാട്ടുകുളം. പേര്? സിസിലിയാണ്. ആ വിവാഹത്തിൽ 1 പെൺകുട്ടിയുണ്ട്. അവര് ഒക്കെ അപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? വാഴൂരാണ് താമസിക്കുന്നത്. അതിന് താഴെയുള്ള സഹോദരൻ? ലാലി. ലാലു എന്നാണ്. ലാലി എന്ന് വിളിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അവരെവിടെയാ താമസിക്കുന്നത്? ഫാമിലി എല്ലാം UK-ലാണ്. ഭാര്യയുടെ പേര്? മോൾക്കുട്ടി അടുത്ത കാലത്ത് മരിച്ചുപോയി. വീട്ടുപേര് സ്ഥലം? തോട്ടയ്ക്കാട് കുഴിച്ചുകണ്ടത്തിൽ നിന്നാണ് വീട്ടുപേര്. അവരുടെ മക്കള്? 2 ഒരാണും 1 പെണ്ണും. അവരെല്ലാം UK-ലാണ്. അതിന് താഴെയുള്ള സഹോദരൻ? റോയി. റോയി എവിടെയാ? ഗൾഫിലായിരുന്നു. തിരിച്ച് നാട്ടിലെത്തി പത്തനംതിട്ടയാണ് ഇപ്പം സെറ്റിലായിരിക്കുന്നത്. ഭാര്യയുടെ പേര്? ഷീബ. ഷീബയുടെ വീടും
വാഴക്കുന്നം എന്നുള്ള സ്ഥലത്താണ്. വീട്ടുപേര് വീട്ടുപേര് വാഴക്കുന്നമാണ്. വടശ്ശേരിക്കര സ്ഥലം. പത്തനംതിട്ടയ്ക്ക് അടുത്ത് വടശ്ശേരി. വടശ്ശേരിക്കരയിലാണ് അവർ താമസിക്കുന്നത്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 ആൺപിള്ളേര്. 2 ആൺകുട്ടികളാണ് അവർക്കുള്ളത്. അവർ ഇത്രയും കാലം ഗൾഫിലായിരുന്നു. അടുത്ത കാലത്താണ് നാട്ടിലേക്ക് എത്തി പത്തനംതിട്ട വന്ന് സെറ്റിലാകുന്നത്. ഏറ്റവും ഇളയ സഹോദരന് അത് സാലൻ. സാലൻ. സാലൻ എവിടെയാണ് താമസിക്കുന്നത്? യു കെയിലാണ്. അവർ ഫാമിലിയായിട്ട് യു കെയിലാണ്. ഭാര്യയുടെ പേര് മേരിക്കുട്ടി. മേരിക്കുട്ടി എന്നാണ് ഭാര്യയുടെ പേര്. വീട്ടുപേര് സ്ഥലവും പന്നിയാമാക്കൽ നിന്ന് വീട്ടുപേര്. സ്ഥലം കാഞ്ഞിരപ്പള്ളി. അപ്പം ഇതാണ് ചേച്ചിയുടെ സഹോദരങ്ങളുടെ ഡീറ്റെയിൽസ്. കുഞ്ഞുപാപ്പൻ്റെ അപ്പൻ്റെ പേരെന്തായിരുന്നു? ഔസേപ്പ്. അവര് എത്ര മക്കളുണ്ടായിരുന്നു? 4 പേര്. 4 സഹോദരന്മാര്. ഒരു പെണ്ണും 5 പേര്. മൊത്തം 5 പേര് ഉണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും മൂത്ത ആളായിരുന്നു ചാച്ചന് അല്ലേ? ചാച്ചന്റെ അനിയൻ ആരായിരുന്നു? മത്തായി പാപ്പൻ. അവരെവിടെ താമസിച്ചിരുന്നത്? ഉരുളകുന്നത്താണ് മത്തായി പാപ്പൻ താമസിച്ചിരുന്നത്. അതിന്റെ ഇളയത് ആരായിരുന്നു? തൊമ്മൻ പാപ്പൻ പാലായിലായിരുന്നു താമസിച്ചിരുന്നത്. അതിന്റെ ഇളയത് കുഞ്ഞാസി പാപ്പൻ. കുഞ്ഞാസി പാപ്പൻ എവിടെയാണ് താമസിച്ചിരുന്നത്? കുമളി ഭാഗത്തായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ 4 സഹോദരന്മാരും പിന്നെ ഒരു സഹോദരി ഉണ്ടായിരുന്നു അല്ലേ? സഹോദരിയുടെ പേരെന്തായിരുന്നു? നിങ്ങൾ കുഞ്ഞമ്മ എന്നാണ് വിളിക്കുന്നത്. ഔദ്യോഗികമായിട്ടുള്ള പേര് റോസ എന്നാണ്. അവരെവിടെയാണ് വിവാഹം ചെയ്തത്? ചെങ്ങളത്ത് അല്ലേ? വീട്ടുപേര് പന്തപ്ലാക്കൽ എന്നാണ് വീട്ടുപേര്. അപ്പം അതാണ് ഫാദറിന്റെ സഹോദരങ്ങളുടെയൊക്കെ ഒരു ഡീറ്റെയിൽസ്. ഗ്രാൻഡ് ഫാദറിനെയൊക്കെ കണ്ടിട്ടുണ്ടോ? വല്യപ്പനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. നേരത്തെ മരിച്ചുപോയി. വല്യപ്പന്റെ പേരെന്തായിരുന്നു? തൊമ്മൻ എന്നായിരുന്നു. ജീമോന്റെ വൈഫിന് എന്തെങ്കിലും ജോലിയുണ്ടോ? ജോലിയില്ല. അത്യാവശ്യം ഓരോ ഇതിന് പഞ്ചായത്തിൽ വിളിക്കുമ്പോൾ അവർ പോകും. പഞ്ചായത്തിലെ ഓരോ ജോലികൾക്കൊക്കെ ആയിട്ട് വിളിക്കുമ്പം കൂടുതൽ ജോലിയൊക്കെ വരുമ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. ദീപയുടെ മാതാപിതാക്കന്മാര്? അമ്മ ഏലിക്കുട്ടി. അപ്പൻ ജോസ്. അമ്മയുടെ വീട്ടുപേര് സ്ഥലവും? അമ്മയുടെ വീട്ടുപേര് കൊല്ലക്കൊമ്പിൽ. സ്ഥലം തന്നെ. മുതുകാട് തന്നെയാണ്. അവരെത്ര മക്കളായിരുന്നു? അവര് 3 ആണും 1 പെണ്ണും. 3 ആണും 1 പെണ്ണും. അതിനകത്ത് ദീപ ഇളയതാണോ? അപ്പോൾ 1 പെണ്ണ് ദീപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ സഹോദരന്മാരാണ്. സഹോദരന്മാരുടെ പേര്? പ്രിൻസ്. പ്രിൻസ് എവിടെയാണ് താമസിക്കുന്നത്? പൂതമ്പാറയാണ് താമസിക്കുന്നത്. ഭാര്യയുടെ പേര്? ലൈസ. അടുത്ത സഹോദരന്? രാജു. രാജുവിന്റെ ഭാര്യയുടെ പേര്? ഷിൽജി. മറ്റേ സഹോദരൻ? ഉണ്ണി. ഉണ്ണിയുടെ ഭാര്യയുടെ പേര്? കുഞ്ഞുമോൾ. ഇവരെല്ലാം ഈ ഒരേ സ്ഥലത്ത് തന്നെയാണോ താമസിക്കുന്നത്? ആ സമീപത്ത് തന്നെയാണ് എല്ലാവരും താമസിക്കുന്നത്. അപ്പോൾ ജീമോന് കുടുംബത്തിനും അത്യാവശ്യം വന്നതുകൊണ്ടാണ് ഈ ഇതിനകത്ത് പങ്കെടുക്കാൻ സാധിക്കാതെ വന്നത്. അപ്പോൾ ഈ മലബാറിൽ വന്ന് നിങ്ങളെ കാണാൻ സാധിക്കുകയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിവരങ്ങൾ അറിയുകയും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.